ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയട്ടെ, മക്കള് നന്നാകാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വടിയതാണ്. ദുസ്വഭാവങ്ങൾ വന്നാൽ അവരെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാക്കണം. നല്ല നിലക്ക് അവരെ കൂടെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ശാപത്തിന്റെ വർഷങ്ങൾ നൽകിയിട്ട് അവരെ പിഴുതെറിയാൻ പാടില്ല. നീ നിന്റെ വഴിക്ക് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ആട്ടാൻ പാടില്ല. മക്കളോട് ചൊടിച്ചു നിൽക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സ്നേഹമസൃണമായ വിട്ടുവീഴ്ച മനോഭാവം നൽകിയിട്ട് അവരെ നന്നാക്കി കൂടെ ചേർത്ത് പിടിക്കണം. അവരുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ പുറത്ത് പബ്ലിസിറ്റി ചെയ്യരുത്. നമ്മളെ മക്കളാണ്, അവര് നന്നായി കിട്ടണം. ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെയുള്ള പെരുമാറ്റം കൊടുക്കണം. എന്നിട്ട് അവര് നന്നാകാൻ അള്ളാഹുവിനോട് ദ്വാരക്കണം. എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി മനസ്സും ശരീരവും അകന്നു നിൽക്കുന്നു. അകലാൻ പറ്റൂല. ഒരുമിച്ച് കഴിയണം. നല്ല സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കണം. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റിക്കഴിയുന്ന ബാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, സ്നേഹത്തിന്റെ ഈമാനിന്റെ കണിക ബാക്കിയുണ്ടെങ്കിൽ നന്നാകണം. മക്കളോട് നന്നാകണം. ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ ബാക്കിലായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. ജമാഅത്തില് നിസ്കാരൊക്കെ കറക്റ്റാണ്. റവാത്തിബ് 4 ആണെങ്കിൽ 4 നിസ്കരിക്കും. ഇത്ർ 11 നിസ്കരിക്കും. ദുഹാ 8 നിസ്കരിക്കും. അവ്വാബീനും നിസ്കരിക്കും. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. മക്കളോട് എല്ലാരോടും ബൈൻ എല്ലാരോടും ഇവിടെ പറഞ്ഞു. ഒരൊറ്റ കുട്ടിയോടും ഒരു സ്നേഹപരമായ കണക്ഷൻ ഇല്ല, ആത്മപരമായ ബന്ധമില്ല, സ്നേഹപ്പെരുമാറ്റമില്ല. ഈ നിസ്കാരത്തിനേക്കാളും കൂടുതൽ, ഈ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കൂടുതൽ നാളെ മീസാനിൽ കളം തൂങ്ങുന്നത് സ്നേഹമുള്ള സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖലു മാ യുളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന സംഗതി ഹുസ്നുൽ ഖുലുഖി, സ്നേഹമസൃണമായ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിക്കണം നമ്മൾ അതാ പഠിക്കേണ്ട. പ്രധാനമായിട്ടും നമ്മിലൂടെ നിയലിക്കേണ്ട ഇസ്ലാം ആ സ്നേഹത്തിൽ ചാലിച്ച സ്വഭാവമാണ്. അതാ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് വേണം.